ഈ ദൂത് നിങ്ങൾ മറക്കരുത്. നമുക്ക് വേണ്ടി കരുതിയ ദൈവം നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും കരുതും. ദൈവം വാഗ്ദത്തം കൊടുത്ത് വിളിച്ചിറക്കിയത് അബ്രഹാമിനെയാണ്. പക്ഷേ മോറിയ മലമുകളിൽ ദൈവം ഒരാട്ടുകൊറ്റനെ ഇസഹാക്കിന് വേണ്ടി കരുതിയെങ്കിൽ, ഊനമില്ലാത്ത ഒരാട്ടുകൊറ്റനെ ദൈവം ഇസഹാക്കിന് വേണ്ടി കരുതിയെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും ദൈവം കരുതും. ഭാരപ്പെടേണ്ട. അവരുടെ ഭാവിപരമായ വിഷയങ്ങൾ, അവരുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ നടത്താൻ വിശ്വസ്തനാണ്. നമ്മെ കരുതുന്ന ഒരു നല്ല ദൈവം നമ്മോട് കൂടെയുണ്ട്. യെശയ്യാപ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. ഇതൊരു ദൂതായി ഏറ്റെടുക്കുക. നമ്മൾ നീതിയോടെ ജീവിക്കുമ്പോൾ, ദൈവത്തിനു വേണ്ടി നാം നിൽക്കുമ്പോൾ, നമ്മുടെ തലമുറയെ ജാതികൾ തിരിച്ചറിയും.